ഹലോ മക്കളെ, അപ്പം നമുക്കിന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഈച്ച് ആൻഡ് എവറി ആൻസേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യം, ഇത് തലങ്ങും വിലകൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. ചോദ്യം ഇതാണ്: ദ ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ദി മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് എ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഗ്രാഫ് ഉണ്ട്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിക് ഗ്രാഫാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിക് ഗ്രാഫ് വന്നിട്ടുണ്ട്. The first ചോദ്യം is explain the Debye-Heckel-Onsager equation. സാറേ, Debye-Heckel-Onsager equation അപ്പോൾ പഠിച്ചു വെക്കണം. Debye-Heckel-Onsager equation എന്താണെന്ന് പഠിച്ചു വെക്കണം. അതായത് ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ നോട്ട് എം മൈനസ് എ റേസ് ടു റൂട്ട് സി. ഇതിനെയാണ് നമ്മൾ Debye-Heckel-Onsager equation എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം, സാറേ വാട്ട് ഈസ് മോളാർ കണ്ടക്റ്റൻസ്? എന്താ സാറേ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്? എടാ പഠിച്ചു നോക്കണം. മോളാർ കണ്ടക്റ്റൻസ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ് ഓൺ എ കണ്ടക്ടിവിറ്റി സെൽ വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നിർബന്ധമായിട്ടും വാട്ട് ഈസ് മോളാർ കണ്ടക്റ്റൻസ് നിങ്ങൾ പഠിച്ചു നോക്കണം. എടാ അടുത്തത് നമുക്ക് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളതൊരു പ്രോബ്ലമാണ്. നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഏത് കോൾറേഷ്യസിലും അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം. നിർബന്ധമായിട്ടും എല്ലാ മക്കളും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എടാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: കാൽക്കുലേറ്റ് ദി മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് NH4OH ചോദിക്കുക. ഇത്രേ കാണത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ഒരു പേപ്പറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വളരെ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. നമ്മളോട് പരീക്ഷ പേപ്പറിൽ ചോദിച്ചേക്കുന്നത് നമ്മൾ എന്ത് കണ്ടക്ടൻസ് ഓഫ് ലാംഡ നോട്ട് ഓഫ് NH4OH കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇൻഫിനിറ്റ് ഡയലൂഷൻ എത്രയാണ് ചോദിച്ചേക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരെ തന്നിട്ടുണ്ട്? ലാംഡ നോട്ട് എം ഓഫ് NaCl തന്നിട്ടുണ്ട്. ഓക്കെ, ലാംഡ നോട്ട് എം ഓഫ് NH4Cl തന്നിട്ടുണ്ട്. പിന്നെ ലാംഡ നോട്ട് എം ഓഫ് പേരാരുടെ മക്കളെ തന്നിരിക്കുന്നത് യെസ് NH4 NaOH തന്നിട്ടുണ്ട്. NaOH തന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെ വാല്യൂ നിങ്ങൾ ഈ സ്റ്റെപ്പ് തന്നെ പരീക്ഷ എഴുതി വെച്ചാൽ മതി. ഓരോരുത്തരുടെയും വാല്യൂ എടുത്ത് എഴുതി വെക്കുക. NaCl എത്രയാണ് മക്കളെ? 126.4 126.4. ദെൻ NaOH എത്രയാടാ? NaOH നോക്കി എഴുതുക. 248.1 248.1. ദെൻ അടുത്തതാരാണ് മക്കളെ? നമ്മുടെ NH4Cl ഏതാ? 129.8. ഓക്കെ, എന്താ? സീമെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇത് കിട്ടി. പക്ഷേ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് NH4OH. എടാ NH4OH എടുക്കാൻ വേണ്ടി ഇവിടെ NH4Cl ഇല്ലേ? ഈ NH4Cl-ഉം കൂടെ കൂടി ഞാൻ ആരെ കൂട്ടി? NaOH കൂട്ടി എന്ന് വിചാരിക്കാം. കാരണം ഇതാണ് നമ്മുടെ ഡേറ്റാസ്. അപ്പോൾ ഇതിൽ NH4OH എടുത്തു, OH-നെയും വേണം. അപ്പോൾ NH4Cl നിന്ന് ഞാൻ NH4-നെയും NaOH-നെയും എടുത്തു. അപ്പോൾ ഇവിടെ മിച്ചം കിടക്കുന്നതാണ് മക്കളെ. മിച്ചം ബാലൻസ് വന്നതാരാ? ഇവിടെ Cl-ഉം ഇവിടെ Na-യും അല്ലേ? അപ്പോൾ ഇവരുടെ സാധനം കുറച്ചാൽ മതി. അതായത് മൈനസ് NaCl ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മുടെ തുടക്കം എന്ത് ചെയ്യും? ലാംഡ നോട്ട് എം ഓഫ് NH4Cl ലാംഡ നോട്ട് എം ഓഫ് NaOH-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ലാംഡ നോട്ട് എം ഓഫ് NaCl കുറയ്ക്കുക. അപ്പോൾ അത് കുറച്ച് നോക്കി നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? ഇതിൻ്റെ എത്രയാണ്? Na4Cl 129.8 പ്ലസ് NaOH എത്രയാണ്? 248.1 മൈനസ് 126.4 126.4. ഓക്കെ, അപ്പോൾ കൂട്ടി നോക്കിക്കേടാ. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിക്കേ. ജസ്റ്റ് കൂട്ടുക. 129.8 പ്ലസ് 248.1 0.9. ഓക്കെ, 373.9 കിട്ടും. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 126.4 കുറയ്ക്കണം. അതിൽ നിന്ന് 126.4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടൂടാ മക്കളെ? 2 എന്ന് വെച്ചാൽ 251 എസ് 251.5 കിട്ടും. 251.5 സീമാൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് വിത്ത് യൂണിറ്റ് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ കോൾറേഷ്യസ് ലോ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഈ ഒരു സാധനം ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ എൻ്റെ എല്ലാ മക്കളും വളരെ ഇവിടെ പല ആൾക്കാരെ ചോദിക്കാം. പക്ഷേ നിങ്ങളത് കറക്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് വേണ്ട ആൾക്കാരത്തെ ഇല്ലാക്കി ഇങ്ങനെ ഡേറ്റാസ് ഒക്കെ തരും. അത് നിങ്ങളൊന്ന് നോക്കി ചെയ്താൽ മതി മക്കളെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എടാ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സം ഇലക്ട്രോഡ്സ് ആർ ഗിവൺ ബിലോ. E0 സെല്ലിന് തന്നിട്ട് കുറേ ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളോട് പരീക്ഷയിൽ ചോദിച്ചത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് Kc ഓഫ് ഡാനിയൽസ് അല്ല.
അല്ലേ? ഡാനിയൽ സെല്ലാണെങ്കിൽ സിങ്ക് കോപ്പറൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൽ നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ 2 വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡാനിയൽ സെല്ലിൻ്റെ മക്കളെ എത്രയാണെന്ന് ചോദിച്ചാൽ E0 സെൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1.1 വോൾട്ടാ. ആൻഡ് ഡാനിയൽ സെല്ലിലെ എന്നിൻ്റെ വാല്യൂ 2 ആണ്, കാരണം അവിടെ സിങ്ക് 2+ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. E0 സെൽ ഈസ് ഈക്വൽ ടു 0.0591/n × log Kc. ഇതിന് ഏൺസിക്കേഷനൊക്കെ കൊണ്ടുവന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1.1 ഈസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 2 ഈക്വൽ ടു log Kc. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1.1 × 2 ഡിവൈഡഡ് ബൈ 0.06 എന്ന് വേണമെങ്കിൽ കൊടുത്തോ, ഈക്വൽ ടു log Kc. അപ്പോൾ log Kcയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? log Kc ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരുന്നത്? 2.2 ഡിവൈഡഡ് ബൈ 0.06. എടാ മക്കളെ, ഇതൊക്കെ നമ്മൾ ഏകദേശം ചെയ്ത് വരുമ്പോൾ 37.22 എന്ന് കിട്ടും. അപ്പോൾ ഇത് log Kc കിട്ടി. ഇതിൻ്റെ നമ്മൾ ആൻറ്റി ലോഗ് എടുക്കണം. അപ്പോൾ നമ്മുടെ Kcയുടെ വാല്യൂ ഏകദേശം 1.65 × 10⁻37 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പം നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡാനിയൽ സെല്ലിൻ്റെ ഡെറിവേഷനാണ്. ഏതാടാ? ഡാനിയൽ സെല്ലിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതേപോലെ പഠിച്ച് നിങ്ങൾ എഴുതി വെച്ചോളി. എന്തായിരിക്കും സാറേ? ഫോർ ഡാനിയൽ സെൽ എഴുതി വെക്കുക. ഫോർ ഡാനിയൽ സെൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മക്കളെ, ഫോർ ആനോഡ് ആണെങ്കിൽ, ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? E0 Zn2+ എന്ന് പറയുന്ന സാധനം Zn ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്റ്റേമിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ? E0 Zn2+ ബാർ Zn പ്ലസ് 0. വേണ്ട, നമുക്ക് 2 വെച്ചെഴുതാം. പ്ലസ് 2.303 RT ബൈ NF log Zn2+. ഇതാണ് മക്കളെ എവിടെ സംഭവിക്കുന്നത്? ആനോഡിൽ സംഭവിക്കുന്നത്. എന്നാൽ ഫോർ കാഥോഡ് ആണെങ്കിൽ അവിടെ എന്താണ് മക്കളെ? E0 Cu2+ ബാർ Cu എന്ന് പറയുന്നത് E0 Cu2+ ബാർ Cu. E0 ആണ്, ഇത് E ആണ്. പ്ലസ് 2.303 RT ബൈ NF log Cu2+. എടാ, നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. എന്താ സാറേ സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ? അടുത്ത സ്റ്റെപ്പിൽ എഴുതി വെക്കുക. എന്താണ്? E സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇവിടെ നമുക്കറിയാം ഡാനിയൽ സെല്ലിൽ നമ്മുടെ കോപ്പറാണ് കാഥോഡ് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ E സെൽ ഈസ് ഈക്വൽ ടു E ഓഫ് Cu2+ ബാർ Cu മൈനസ് E ഓഫ് Zn2+ ബാർ Zn. എടാ, അടുത്ത സ്റ്റെപ്പിൽ ഈ E ഓഫ് Cu2+ ബാർ Cu നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ് മക്കളെ വരിക? E0 ഓഫ് Cu2+ ബാർ Cu പ്ലസ് 2.303 RT ബൈ NF log Cu2+. ഓക്കെ അല്ലേ? ഇത് ഞാൻ കൊടുത്തു. ദെൻ ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ ഇസഡിൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ. അപ്പം മൈനസ് ഞാൻ കൊടുത്തിട്ട് ഇവിടെ എഴുതുകയാണ്. E0 Zn2+ ബാർ Zn പ്ലസ് 2.303 RT ബൈ NF log Zn2+. ഓക്കെ. എടാ, നിങ്ങൾ എല്ലാവരും വിട്ടുപോകുന്ന കാര്യമുണ്ട്. ഇത് ഓൾറെഡി ഒരു ബ്രാക്കറ്റ് ഇടണം. കാരണം ഈ മൈനസ് ഈ രണ്ടാൾക്കും കോമണാണ്. അപ്പോൾ ഈ മൈനസ് വെച്ച് ഈ സാധനം ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ E സെൽ ഈസ് ഈക്വൽ ടു E0 Cu2+ ബാർ Cu പ്ലസ് 2.303 RT ബൈ NF log Cu2+. കുഴപ്പമില്ല, കിടന്നോട്ടെ. മൈനസ് E0 Zn2+ ബാർ Zn മൈനസ് 2.303 RT NF log Z2+. കോൺസെൻട്രേഷൻ ഓഫ് Z2+. ഓക്കെ. എടാ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ചെറുതൊരു തിരുത്തുണ്ട്. ഞാനത് വേണമെങ്കിൽ കളർ മാറ്റി എഴുതാം. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാർ രണ്ട് നമ്മൾ ആദ്യം ചേർത്തെഴുതും. പിന്നെ ഒരിടത്ത് പ്ലസ് 2.303 RT ബൈ NF log Cu2+ഉം രണ്ടാമത് മൈനസ് 2.303. അപ്പോൾ ഇതിനെ പ്ലസ് ആക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ E0 Cu2+ ബാർ Cu പ്ലസ് 2.303 RT ബൈ NF log Cu2+. ഇതിന് മാറ്റമൊന്നുമില്ല.
ഇനി മൈനസ് അടുത്തതിന് പറ്റില്ല E0 2 ബാർ ZN. ഈ മൈനസിന് എനിക്ക് പ്ലസ് ആക്കണം, എന്നാലും ഇമാരെ കോമൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്ലസ് ആക്കിയിട്ട് 2.303 RT/NF അവിടെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. എടാ ഇവിടെ ലോഗ് Z2+, അതിന് ഞാൻ എഴുതും ലോഗ് 1/Z2+, കോൺസെൻട്രേഷൻ ഓഫ് Z2+ എന്ന് എഴുതും. മനസ്സിലായോ? ചേഞ്ച് മനസ്സിലായോ? ഈ പ്ലസ് വരാൻ വേണ്ടി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആൾക്കാരെ ഒരുമിച്ച്. അപ്പോൾ E cell is equal to E0 Cu2+ ബാർ Cu മൈനസ് E0 Zn2+ ബാർ Zn. ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് മൊത്തം കോമൺ എടുക്കാം 2.303 RT/NF ലോഗ് Cu2+ ബൈ Zn2+. ഓക്കെ അല്ലേ? കണ്ടോ? കൺഫേം ആയി. ഇതെന്ന് വെച്ചാൽ E0 സെല്ലാണ്. അപ്പോൾ E cell is equal to E0 cell മൈനസ് പ്ലസ് 2.303 RT/NF ലോഗ് Cu2+ ബാർ Zn2+. ഈ ഡെറിവേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതേപോലെ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് അടിപൊളിയായിട്ട് എല്ലാ മക്കളും എഴുതി വെക്കണം കേട്ടോ. എടാ ചിലപ്പോൾ നമ്മൾ ഡാനിയൽ ഇക്വേഷൻ പഠിച്ച സമയത്ത് നമ്മൾ E cell is equal to E0 cell മൈനസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൈനസ് വരുന്ന സമയത്ത് ഈ സിങ്കിൻ്റെ പൊസിഷൻ മുകളിലായിരിക്കും കേട്ടോ. സിങ്ക് 2+ അപ്പോൾ മുകളിലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അത് കുഴപ്പമില്ല, ഇത് എഴുതിയാലും ശരിയായിട്ടുള്ള ആൻസറാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. എടാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ലാംഡ നോട്ടം ഫോർ എ സ്ട്രോങ് ഇലക്ട്രോഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ എ ഗ്രാഫിക്കൽ extrapolation method. Suggest a method of determining the limiting molar conductivity of a weak electrolyte taking acetic acid. അല്ല ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് ലോ ഉപയോഗിക്കണം? കോൾറേഷ്യസ് ലോ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമാണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതാണ്, ലാംഡ നോട്ടം ഓഫ് CH3COOH ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് 3 ആൾക്കാർ എടുക്കേണ്ടി വരും. ഒന്ന്, അപ്പോൾ ഇതിന് 2 പാർട്ടായിട്ട്, അതായത് ഈ ഒരു പാർട്ടും ഇതൊരു പാർട്ടുമാണ്. അപ്പോൾ ലാംഡ നോട്ടം ഓഫ് CH3COONA. ഇനി ലാംഡ നോട്ട് എം ഓഫ് നമുക്ക് ആരെടുക്കാം? എന്നെ കളയാണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? NaCl എടുക്കാം. NaCl എടുക്കാൻ പറ്റും. അപ്പോൾ ഈ എന്നെയും CL എടുക്കാം. പിന്നെ നമുക്ക് H ആണ് വേണ്ടത്. H ഇട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ നോട്ടം ഓഫ് HCl എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെ CH3 കിട്ടുക? ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ലാംഡ നോട്ട് എം ഓഫ് CH3COONയുടെ കൂടത്തിൽ പ്ലസ് ലാംഡ നോട്ട് എം ഓഫ് HCl, ഇതിൽ നിന്ന് ആരെ കുറയ്ക്കണം? അധികം പറ്റായിട്ട് വന്ന NaCl കൊടുക്കുക. അപ്പോൾ ലാംഡ നോട്ടം ഓഫ് NaCl കുറയ്ക്കാം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ നിർബന്ധമായിട്ട് കോൾറേഷ്യസിലോ അറിഞ്ഞിരിക്കണം. ദെൻ അഞ്ചാമത്തെ ചോദ്യം, റെപ്രസെൻറ്റ് ദി ഗാൽവാനിക് സെൽ ബേസ്ഡ് ഓൺ ദ സെൽ റിയാക്ഷൻ ഗിവൺ ബിലോ. എടാ നമ്മൾ ഗാൽവാനിക് സെല്ലിൻ്റെ അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. എടാ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മളെപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഓക്സിഡേഷൻ എഴുതും, പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൊടുക്കും, പിന്നെ റിഡക്ഷൻ എഴുതും. പിന്നെ എന്താണ് മക്കൾ എഴുതുന്നത്? റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ കണ്ടുപിടിക്കുക? ഇവിടെ സിയുടെ ഓക്സിഡേഷൻ നമ്പർ Cu0 ആണ്, ഇവിടെ +1. അപ്പോൾ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഇവൻ ഓക്സിഡേഷൻ. ദെൻ ഇവൻ എന്താണ് മക്കളെ? റിഡക്ഷൻ ആണ്. നമുക്ക് മനസ്സിലായി. ഇതിന് സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതിയതാ? Cu എന്ന് പറയുന്ന സാധനം Cu2+ ആയിട്ട് മാറി. അതേപോലെ Ag+ എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി. അപ്പോൾ ഇത് രണ്ടും വെച്ച് എഴുതിയാൽ മതി. ഇതെവിടെയാണ് ഓക്സിഡേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡ്, റിഡക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ് മക്കളെ? കാഥോഡിൽ ഓക്സിഡേഷനും കാഥോഡും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? Cu ബാർ Cu2+ ഡബിൾ ബാർ Ag പ്ലസ് ബാർ Ag. ഇതാണ് ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എടാ മക്കളെ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ കുറേ ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡേറ്റാസ് നിങ്ങൾ എഴുതി വെക്കണം. എന്താ പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.001 മോളാർ എന്ന് പറയുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ ആണ് 0.001 മോളാർ. അസറ്റിക് ആസിഡ് വെച്ചാൽ ആരാണ് മക്കളെ? CH3COH. അപ്പോൾ ലാംഡ എം ഓഫ് അസറ്റിക് ആസിഡ് CH3COOH എന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? എത്രയാണ് നടക്കുന്നത്? 4.95 × 10⁻⁻5 സീമാൻ സെൻറ്റിമീറ്റർ² മോൾ ഇൻവേഴ്സ്. ഇത് യൂണിറ്റ് ശരിക്കും ശ്രദ്ധിക്കണേ. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമുക്ക് ആൽഫയാണ് വേണ്ടത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് ദിസ് കോൺസെൻട്രേഷൻ ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എങ്ങനെയാണ് നമുക്ക് ആൽഫ കണ്ടുപിടിക്കുക? ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ നോട്ടം. എങ്ങനെയാണ് നമ്മൾ ആൽഫ കണ്ടുപിടിക്കുക? ലാംഡ എം ബൈ ലാംഡ നോട്ട് എം. ലാംഡ എം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ലാംഡ നോട്ട് എം ഇല്ല. ലാംഡ നോട്ട് എം കിട്ടുക എന്ന് വെച്ചാൽ ലാംഡ നോട്ട് എം ഓഫ് CH3COH വേണ്ടേ? ക്വസ്റ്റിൽ വേറെ 2 ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ലാംഡ നോട്ട് എം ഓഫ് CH3COO മൈനസ്
പ്ലസ് ലാംഡ നോട്ട് എം ഓഫ് എച്ച് പ്ലസ്. അത് ക്വസ്റ്റ്യൻ ഉണ്ടാ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കണ്ടോ, എച്ച് പ്ലസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കിട്ടുക? 340 × 10⁵ പ്ലസ് ഇതിൻ്റെ എത്രയാ 50.5 × 10⁻⁻⁵ അല്ലേടാ മക്കളെ? അപ്പോൾ ഇത് രണ്ടോടെ കൂട്ടും മക്കളെ എത്ര വരെ എഴുതാം? 390.5 × 10⁻⁻⁵. ഓക്കെ അല്ലേ? ഇനി ഇത് വേറെ കൊടുത്താൽ മതി. നമ്മുടെ ഇതിൻ്റെ ലാംഡ നോട്ടം എത്രയാ? 4.95 × 10⁻⁻5 ബൈ 390.5 × 10⁻⁻5. മക്കളെ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് ഓൾ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ചോദ്യമാണ്. ഒന്ന് കണ്ടാൽ വലിയ ചോദ്യമാണെന്ന് ഫീൽ ചെയ്യും, പക്ഷേ ഒന്നുമില്ല. ഒന്ന് ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നാളെ ഇതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എടാ മക്കളെ, നമുക്ക് അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എടാ 7ാമത്തെ ചോദ്യം ചോദിക്കുന്നത് ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.1. അപ്പോൾ സിയുടെ വാല്യൂ ആണ് മക്കളെ 0.2 m ഓഫ് KCl at 290 Kelvin ഈസ് കണ്ടക്ടിവിറ്റി കാപ്പ തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 0.024 Cman സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കാൽക്കുലേറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി. എടാ ലാംഡ എത്രയെന്നാണ് നിങ്ങൾ ചോദിച്ചേക്കുന്നത്. എടാ ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ലാംഡയ്ക്ക് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, K/C. ഈ K/C ആകുമ്പോൾ ഇവിടുത്തെ യൂണിറ്റ് സീമാൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ബട്ട് ഇഫ് യു ആസ്ക് നമുക്ക് എന്തിലാണ് വേണ്ടത്? സെൻറ്റിമീറ്ററിലാണ് വേണ്ടത്. എടാ സെൻറ്റിമീറ്ററിലാണെങ്കിൽ മക്കളെ എന്താ വരിക? K/Cയോടൊപ്പം തന്നെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 1000 കൂടെ വേണം, 1000 കൂടെ വേണം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു 1000 × K/C. ഡയറക്റ്റ് സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാപ്പാട് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. മീറ്റർ ആണെങ്കിൽ നമ്മൾ 1000 എടുക്കേണ്ട, സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1000 എടുക്കണം. അപ്പോൾ എന്താ വരിക? ലാംഡ ഈസ് ഈക്വൽ ടു 1000 × Kയുടെ വാല്യൂ 0.024 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ എത്രയാണ് വരിക? 1000 ചെയ്യുമ്പോൾ 24/0.2 ഏകദേശം 120 വരും. ഓക്കെ അല്ലേ മക്കളെ? 120 ആൻസർ കിട്ടും. ലാംഡയുടെ വാല്യൂ എത്രയാണ്? 120. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റുകൾ മാത്രം പഠിച്ചു നോക്കാം മക്കളെ. ഇപ്പോൾ നമ്മുടെ 8ാമത്തെ ചോദ്യം. എട്ടാമത്തെ ചോദ്യം എന്താ? ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു Mg ഓക്സിഡേഷൻ ബാർ റിഡക്ഷൻ ആണ് കാണിക്കുക. ഐഡൻറ്റിഫൈ ദ ആനോഡ് ആൻഡ് കാഥോഡ്. മക്കളെ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുക? ആനോഡിൽ. അപ്പോൾ ആനോഡിൽ ഏതാ റിയാക്ഷൻ? എന്ത് ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ ആരാണുള്ളത്? ആനോഡിൽ മഗ്നീഷ്യം ഉണ്ട്. ആൻഡ് കാഥോഡ് ഓഫ് എബോവ് സെൽ ആൻഡ് റൈറ്റ് ദി നോൺസ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാഥോഡിലാണ് മക്കളെ ഏജ് വരിക. ആനോഡിലെ റിയാക്ഷൻ എന്താണ് മക്കളെ? Mg 2 ഇലക്ട്രോണേ. Mg എന്ന് പറയുന്ന സാധനം Mg2++2 ഇലക്ട്രോൺ ആകുന്നു. ഓക്കെ അല്ലേ? ഇനി കാഥോഡിൽ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? കാഥോഡിലെ റിയാക്ഷൻ എന്താണ് മക്കളെ? Ag പ്ലസ് ഒരു 2 ഇലക്ട്രോണെ സ്വീകരിക്കും. ഇപ്പോൾ 2Ag+ ആണ്. എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. 2Ag ആയിട്ട് മാറും. ഇനി റൈറ്റ് ദ നോൺസ് ഇക്വേഷൻ ഫോർ ദ സെൽ പൊട്ടൻഷ്യൽ. ഇതിൻ്റെ നോൺസ് ഇക്വേഷൻ എഴുതി വെക്കുക. സെറ്റല്ലേ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലപോലെ പഠിച്ചു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ ഡാനിയൽ സെൽ ഈസ് 1.1 വോൾട്ട്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഫോർ ദ ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഗിബ്സ് എനർജിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ? ΔG ഈസ് ഈക്വൽ ടു മൈനസ് NF(E0 സെൽ). ΔG എന്താ? മൈനസ് എന്നിൻ്റെ വാല്യൂ 2 അല്ലേ? ഞാൻ പറഞ്ഞു ഡാനിയൽ സെല്ലിൽ എന്നിൻ്റെ വാല്യൂ 2ഉം E0 സെല്ലിൽ 1.1 ആണ്. എഫിൻ്റെ വാല്യൂ എന്താ? 960 500 ഇൻറ്റു NF0 എന്താ? 1.1. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ΔG സുഖസുന്ദരമായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും നിങ്ങൾ അറിഞ്ഞിരിക്കുക. എടാ മക്കളെ, അടുത്ത 10ാമത്തെ ചോദ്യം. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ടേംസ് ഓഫ് ഫാരഡേസ് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചിരിക്കുന്നത്. എടാ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ വളരെ ലോജിക്കപരമായിട്ട് ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്കിലൂടെ ഞാൻ പറയുന്നത്. എടാ കാൽസ്യത്തിൻ്റെ കാര്യമല്ലേ അല്ലേ? എടാ കാൽസ്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യം എന്ന് പറയുന്ന സാധനം കാൽസ്യം 2+ ആയിട്ട് എപ്പോഴും അയോൺസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ കാൽസ്യം 2+ 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ടാണ് കാൽസ്യം ആയിട്ട് മാറുക അല്ലേടാ? ഉറപ്പല്ലേ? ഇപ്പോൾ കാൽസ്യം ഇപ്പോൾ 2+ ആണ്. അതിനർത്ഥം കാൽസ്യം എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ മാസ് ചിന്തിക്കുക. എത്ര ഗ്രാമാണ്? 40 ഗ്രാം. ഓക്കെ എടാ, ഈ 40 ഗ്രാമിൽ 2 ഇലക്ട്രോൺ വേണം. അതായത് 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 2 ഫാരഡേ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ 20 ഗ്രാമിന് എത്ര വേണോടാ? 20 ഗ്രാമിന് പകുതി മതി, 1 ഫാരഡേ. അപ്പോൾ ആ ലോജിക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. 20 gram ഓഫ് കാൽസ്യം ഫ്രം മോൾട്ടൺ CaCl2 എന്നാണ് വെച്ചേക്കുന്നത്. 40 ഗ്രാം ഉണ്ടാകും 2 ഫാരഡേ കൊടുക്കുമ്പോൾ. അപ്പോൾ എത്ര ഫാരഡേ വേണം? 20 ഗ്രാമാണ്, 1 ഫാരഡേ മതി. അതേപോലെ നിങ്ങൾ ALൻ്റെ കാര്യം പറ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് AL 3+ ആണ്. എടാ ALൻ്റെ അറ്റോമിക് മാസ് മോളിക്കുലർ മാസ് എത്രയാണ്? 27 ഗ്രാമാണ്. ഇവിടെ എത്ര ചാർജ്? 27 ഗ്രാമിന് 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 ഫാരഡയാണ്. എടാ നമുക്ക് 54 ഗ്രാമല്ലേ ആവശ്യം. ഈ 27 ഇൻറ്റു 2 അല്ലേ 54. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ? ഇൻറ്റു 2 അപ്പോൾ എത്ര വരും? 6 ഫാരഡേ വരും.
കണ്ടോ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ. ഈ കാൽസ്യം ചോദിച്ചാൽ Ca2+. അപ്പോൾ 40 ഗ്രാമിന് 2 ഫാരഡേ. ഇവിടെയാണെങ്കിൽ 27 ഗ്രാമിന് 3 ഫാരഡേ. ബാക്കി നോക്കുക 20 ഗ്രാമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നേരെ കൊടുത്തു 1 ഫാരഡേ. ഇവിടെ രണ്ടാമത്തേൽ 54 ഗ്രാം ആവശ്യമുണ്ട്. അപ്പോൾ എത്ര 6 ഫാരഡേ എന്നറിഞ്ഞിരിക്കാം. ദെൻ ഈ ടൈപ്പ് ചോദ്യം ഞാൻ നേരത്തെ കണ്ടിട്ട് ആ സെയിം ടൈപ്പ് തന്നെയാണ്. കാൽക്കുലേറ്റ് ദി കണ്ടോ ലാംഡ CH3COH ആവശ്യമുള്ളത്. NaCl ഉണ്ട്, HCl ഉണ്ട്, CH3CONA ഉണ്ട്. കറക്റ്റ് ചോദ്യമാണ് കേട്ടോ മക്കളെ. അടുത്ത ചോദ്യം ഇതാണടാ. ഇത് കുറച്ച് നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഇന്നലെ ക്ലാസ് റിവിഷൻ ക്ലാസ് വന്നപ്പോൾ തന്നിട്ടുള്ളതാണ്. ഈ ഡെഫിനിഷൻ ഒന്ന് നാളത്തെ എക്സാമിന് പോകുമ്പോൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഡിഫൈൻ ഗാൽവാനിക് സെല്ല്, ഡിഫൈൻ ഇലക്ട്രോലിറ്റിക് സെല്ല്, അല്ലെങ്കിൽ ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ ഡിഫൈൻ കോൾറേഷ്യസ് ലോ, അല്ലെങ്കിൽ ഡിഫൈൻ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോയിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും മക്കളെ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കുക. കാരണം ഇത് ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എങ്കിലും കാണാതെ പഠിച്ചിരിക്കുക, ഒന്നും പഠിക്കാത്തവർ. ഓക്കെ, ഇതല്ലാതെ കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എക്സ്പ്ലെയിൻ 2 ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ടിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ ഫംഗ്ഷൻസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതല്ലാതെ മക്കളെ എക്സ്പ്ലെയിൻ അബൌട്ട് ബാറ്ററി. ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? ബാറ്ററി 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി ബാറ്ററിയും ഉണ്ട്, സെക്കൻഡറി ബാറ്ററിയും ഉണ്ട്. പ്രൈമറി ബാറ്ററി 2 ആൾക്കാർ, ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്. ഇവിടെയാണെങ്കിൽ എന്താ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി ഉണ്ട്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഒന്ന് അറിയേണ്ടത് കൊറോഷൻ എന്താണ്. എന്താ കൊറോഷൻ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇന്നലെ നമ്മൾ വൺ ഷോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്, ജസ്റ്റ് റെഫർ ചെയ്താൽ മതി കേട്ടോ. ദെൻ എന്താണ് ഫ്യുവൽ സെല്ല്, റൈറ്റിന് 2 അഡ്വാൻറ്റേജ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മക്കളെ നോക്കിയിരിക്കുക. ദാറ്റ്സ് ഓൾ. എടാ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ, പ്രോബ്ലമാറ്റിക് ഉള്ള ക്വസ്റ്റ്യനാണ് ഈ സെക്ഷനിൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. തിയറി സെക്ഷൻ വേണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതുക. ഓക്കെ.